റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. ജയിലിൽ വെച്ച് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട തന്ത്രിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തന്ത്രിയെ അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ പരിശോധന നടത്തുകയാണ്. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ വിനു പറഞ്ഞത്. 200 അടുത്ത് ബിപിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ECG എടുത്തതിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാലും കാലിൽ നീരും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് ഇവാലുവേഷനായിട്ട് നമ്മൾ ജസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ടൊരു റൂട്ടീൻ ചെക്കപ്പിനായിട്ട് വിട്ടിരിക്കുകയാണ്. പുള്ളിക്ക് പറഞ്ഞ പ്രശ്നത്തിലും ഒരു വലിയ വേരിയേഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാലിൽ നീര് ഭാഗത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും പറ്റുമോ നോക്കിയിട്ട് കാണുന്നില്ല. ആർ റോഷിപാലും സ്വന്തന സാജുവുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം ആർ റോഷിപാലിലേക്ക്. റോഷിപാൽ, SITയുടെ നീക്കങ്ങളൊക്കെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ തന്ത്രിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു എന്നൊരു വിവരം വരുന്നത്. നിലവിലെ ഒരു ആരോഗ്യസ്ഥിതി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? തന്ത്രിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ആദ്യം ആശുപത്രിയിൽ നേരെ ജനറൽ ആശുപത്രിയിലേക്കാണ്, ജയിലിൽ നിന്നും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക പരിശോധന നടത്തി, പ്രാഥമിക ചികിത്സയും നൽകി. ഇന്ന് രാവിലെ തലകറക്കം അനുഭവപ്പെട്ടതോടെയാണ് ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ ചികിത്സക്കായി കൊണ്ടുവരുന്ന നിർദ്ദേശം നൽകിയത്. അങ്ങനെ തന്ത്രി എത്തിക്കുകയായിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിലാണ് തന്ത്രിയെ പോലീസ് വാഹനത്തിൽ എത്തിച്ചത്. പിന്നീട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്ത്രി രാജീവ് കണ്ഠരെ മാറ്റിയിരിക്കുന്നത്. അവിടെ വിശദമായി പരിശോധന നടത്തി പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ആലോചനയാണ്. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ പോകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലവിൽ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്ത്രി രാജീവ് കണ്ഠർക്ക് ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. സ്വന്തന സാജു കൂടിയുണ്ട് ആശുപത്രിയിൽ നിന്ന്. സ്വന്തന, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. ഡോക്ടറും അക്കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഈ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ശ്രുതി, റോഷി പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിനുള്ളിലാണ് ഇപ്പോൾ തന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചീഫ് ഡോക്ടർമാരും അതുപോലെ തന്നെ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ തന്ത്രിയെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെയും ഇപ്പോഴല്ല, അദ്ദേഹം അറസ്റ്റിലാകുന്നതിന് മുമ്പൊക്കെ തന്നെയും ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളടക്കമുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ SITനെ അറിയിച്ചിരുന്നതുമാണ്. അതുപോലെ ഈ ECGയിലും മുൻപ് ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ ഈ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ ECGയിലടക്കം വലിയ വേരിയേഷനും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ 2 കാലുകളിലും റോഷി പറഞ്ഞതുപോലെ തന്നെ നീരുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതലായി മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ കാലിലെ നീരും മറ്റും എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ചീഫ് ഡോക്ടർമാർ അടക്കമുള്ള സംഘം എത്തി തന്നെയാണ് അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കാരണം അദ്ദേഹം അവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആംബുലൻസിലും മറ്റുമൊന്നുമല്ല അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പോലീസ് ജയിലിൽ നിന്നും കൊണ്ടുവന്ന അതേ ജീപ്പിൽ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും പരിശോധന നടത്തി വരികയാണ്. എന്തെങ്കിലും പരിശോധനയിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൌകര്യങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ജനറൽ ആശുപത്രിയിൽ അത്തരം സൌകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. അത്തരം സൌകര്യങ്ങളും വിദഗ്ധ ചികിത്സയും ഒക്കെ നൽകാനുള്ള സൌകര്യങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ജനറൽ ആശുപത്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പരിശോധന നടത്തി വരികയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും എന്തായാലും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ശരി, ഓക്കെ. മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർ റോഷിപാലും സ്വന്തന സാജുവുമാണ് വിവരങ്ങൾ നൽകിയത്.